തിരുവനന്തപുരം നെയ്യാറ്റിൻകര സബ് ജയിലിലെ പ്രതി മരിച്ച നിലയിൽ. കുറ്റിച്ചൽ സ്വദേശി സെയ്ദ് മുഹമ്മദാണ് മരിച്ചത്. ഗാർഹിക പീഡന കേസിൽ റിമാൻഡിലായിരുന്ന പ്രതിയാണ് മരിച്ചത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. അബോധാവസ്ഥയിൽ കണ്ട പ്രതിയെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പേഴുമൂട് വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിലാണ് ഈ സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന പുള്ളി താമസിച്ചിരുന്നത്. അപ്പോൾ 2 മാസത്തോളമായി പുള്ളി ഗാർഹിക പീഡനമായിട്ട്, കാരണം വീട്ടിലെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ 6 മണിക്ക് പുള്ളിയുടെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറയുന്നു എൻ്റെ ഭർത്താവ് മരിച്ചുപോയിന്ന്. ഉടനെ തന്നെ ഞാൻ കാട്ടാക്കട സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോഴത്ത് പറഞ്ഞ് ഇതുപോലെ ഇന്നലെ സുഖമില്ലാതായി മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ നെയ്യാറ്റിൻകര സ്റ്റേഷനുമായി ബന്ധപ്പെടാൻ പറഞ്ഞ് ഞാൻ ഉടനെ തന്നെ ഇവിടെ നെയ്യാറ്റിൻകര സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് അധികൃതവുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രമേ വിശദ വിവരങ്ങൾ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അറിഞ്ഞിടത്തോളം സ്വാഭാവിക മരണം എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ നിലപാട്. പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, അബോധാവസ്ഥയിൽ കണ്ട പ്രതിയെ പിന്നീട് മരിച്ചു എന്ന് വീട്ടുകാരെ അറിയിക്കുന്നു, അങ്ങനെയാണോ? അതായത് ഇദ്ദേഹത്തിന് ഇന്നലെ തന്നെ സുഖമില്ലായിരുന്നു എന്നാണ് ഈ ജയിൽ അധികൃതർ പറയുന്നത്. അതായത് മരിച്ചതിന് ശേഷം മാത്രമാണോ ആ കുടുംബത്തിന് അറിയിപ്പ് ലഭിക്കുന്നത്? രാഖി, ഇന്ന് പുലർച്ചയോടെയാണ് ഈ സെയ്ദ് മുഹമ്മദ് മരണപ്പെട്ടത്. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടൊരു പരാതിയിൽ റിമാൻഡിലായിരുന്നു നെയ്യാറ്റിൻകര സബ് ജയിലിൽ. തുടർന്ന് ഇന്ന് രാവിലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്ന് ആണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ബോധരഹിതമായ നിലയിൽ കണ്ടെത്തി എന്നാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എത്തിച്ചു. നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് മരണം സംഭവിച്ചതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിന് കൃത്യവിവരം ഇനി ഈ ജയിൽ അധികൃതരുടെ ഭാഗത്ത് വേണം തരേണ്ടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജയിലിലായിരുന്നു ഈ സെയ്ദ് മുഹമ്മദ്. മദ്യപാനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിൽ. അങ്ങനെ വീട്ടിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടാവുകയും ഭാര്യ നൽകിയ പരാതിയിലാണ് ഈ സെയ്ദലി പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ജയിലിലായിരുന്നു. അങ്ങനെ അതിനുശേഷമാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഈ അബോധാവസ്ഥയിൽ ജയിലിൽ കണ്ടെത്തുന്നത്. തുടർന്ന് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ നമ്മളോട് നേരത്തെ സംസാരിച്ച ഈ വാർഡ് മെമ്പർ പറയുന്നത് കഴിഞ്ഞ ദിവസം ചെറിയ അസ്വസ്ഥത ഉണ്ടായിരുന്നെന്നും ജയിലധികൃതർ പറഞ്ഞുവെന്നും പറയുന്നുണ്ട്. ഈ മൊഴിയിൽ ഇവരുടെ പ്രാഥമികമായിട്ടുള്ള ഇവരൊരു ഈ അതായത് ഈ സെയ്ദലിയുടെ വീട്ടിൽ അധികൃതരെ അറിയിച്ചതിൽ ചില അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ഈ വാർഡ് മെമ്പറുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. കാരണം അറിയിക്കാൻ വൈകി താമസിച്ചു. മരണം സംഭവിച്ചതിന് ശേഷമാണ് ഈ വീട്ടുകാരെ അറിയിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്തായാലും സെയ്ദലി എന്ന 55-കാരനാണ് മരിച്ചത്. കുറ്റിച്ചൽ സ്വദേശിയാണ്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര സബ് ജയിലിലാണ് മരണപ്പെട്ട നിലയിൽ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സബ് ജയിലിലെ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയോടുകൂടിയാണ് സംഭവം നടന്നിരിക്കുന്നത്. അബോധാവസ്ഥയിൽ കണ്ട പ്രതിയെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് ജയിൽ അധികൃതർ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.